ഹായ് നമസ്കാരം. ഇന്ന് പ്രൈം പോഡ്കാസ്റ്റിൽ നമ്മളോടൊപ്പം സംവദിക്കാനെത്തിയിരിക്കുന്നത് മിമിക്രിയിൽ നിന്നും കടന്നു വന്ന് മലയാള മിനി സ്ക്രീനിൽ ഗംഭീര പരിപാടികൾക്കൊപ്പം കൂടി ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അഖിൽ കവലയൂരാണ്. എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വെബ് സീരീസില്ലേ പ്രീമിയർ പത്മിനി. പ്രീമിയർ പത്മിനി വെബ് സീരീസ് എന്നാണ് എന്നെ ആദ്യമായിട്ട് തെക്കൻ തല്ലേഴ്സ് സിനിമയിൽ കാസ്റ്റ് ചെയ്തത്. കാരണം ചാനലിലൊക്കെ ഉള്ളവർക്കാകുമ്പോൾ ഒരു 12,000 രൂപ അതേ കിട്ടും, കൂടുതൽ കിട്ടും. ഇതേയുള്ള ആഗ്രഹം. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴും തങ്കച്ചന്റെ മേക്ക് ഓവർ മാറി മാറി ഫ്രഷ്നസ് തങ്കച്ചൻ അതിന് ഭയങ്കര രസമാണ് കളി. അതൊരു മിനിയേച്ചർ ഫിഗർ കിട്ടും. പുള്ളിയുടെ മുഖത്ത് എല്ലാത്തിനും ചെറുതായിരിക്കും, എല്ലാത്തിൻ്റെ ചെറിയ വെർഷൻ ഉണ്ട്. ഹായ് നമസ്കാരം, ഞാൻ അഖിൽ കവലയൂർ. പ്രൈം പോഡ്കാസ്റ്റിൽ ഇന്ന് പ്രശാന്തിനോടൊപ്പം ഞാനാണ്. നമസ്കാരം. നമസ്കാരം. ഘടകം മാറിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരെണ്ണം കയ്യിൽ നിടാൻ പറഞ്ഞാൽ 2-4 ഒക്കെ കയ്യിൽ നിടും. സൈഡ് വാരം. ഇനി അഖിലിന്റെ വിശേഷങ്ങൾ അറിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് വിശേഷം എന്ന് വെച്ചാൽ ഈ ഫെബ്രുവരി 7 പടക്കുതിര എന്ന് പറഞ്ഞ ഒരു സിനിമ റിലീസാവാൻ പോവുകയാണ്. ആജു വർഗീസ്, രഞ്ജി പണിക്കര്, നന്ദുച്ചേട്ടൻ, ജോമോൻ, ഞാൻ, ഷമീർ, ഒരു പഴയ ഒരു മലയാള സിനിമ കൂട്ടക്കളി ഉണ്ടല്ലോ, ഒരു 5-6 പേരുടെ ഒരു കൂട്ടക്കളി ഉണ്ട്. നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ള പടം, അത്യാവശ്യം നന്നായി. ഞാൻ ട്രെയിലർ കണ്ടു, അത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. മീൻസ് എന്താ പറയാ, സിനിമാറ്റോഗ്രാഫി ഒക്കെ നല്ലൊരു പരിപാടിയാണ്. നമ്മളെ രഞ്ജിയേട്ടൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് പടത്തിൽ. ഇതുവരെ കണ്ട ഒന്നുമല്ല. അയ്യോ, മുമ്പ് വിളയാടിയിട്ടുണ്ട് പടത്തിൽ. നമ്മളെ കൂടെ നമ്മളതേ വൈബില് നല്ല പരിപാടിയായിരിക്കും. മാത്യു തോമസ്, ജഗദീഷ് ചേട്ടൻ, ഞാനും നോബി, നമ്മളെല്ലാം വന്ന ഒരു പടം ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ അതിന്റെ ഡബും പരിപാടിയൊക്കെ. അതിന്റെ പേരെന്താണ്? അപ്പൊ ടൈറ്റിലില്ല, ടൈറ്റിലിന്റെ ഒരു പരിപാടി നിൽക്കുന്ന സിനിമകൾ തന്നെ അത്യാവശ്യം അത്യാവശ്യം ഗുരുവായൂരമ്പലം നടയ്ക്ക് ശേഷം കുറച്ച് പടങ്ങൾ വന്നിട്ടുണ്ടോ. അതായത് ഇപ്പൊ ഇത് 2 കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ഫ്രൈഡേ ഫിലിംസിന്റെ കാരന്റെ തങ്കക്കൂടം മാർച്ച് തുടങ്ങും. പിന്നെ നമ്മുടെ ഈ പടത്തിന്റെ റൈറ്ററിന്റെ ശാന്തം ഗംഭീരം എന്ന് പറഞ്ഞ് ധ്യാൻ അജൂർ ചേട്ടനൊക്കെ ഉള്ളൊരു പടം, അതും മാർച്ച് ഏപ്രിലായിട്ട് തുടങ്ങും. പടങ്ങളൊന്നും നടക്കും. പിന്നെ E4ന്റെ പെണ്ണ് കേസ് എന്ന് പറഞ്ഞ സിനിമ, അതും ഈ ഫെബ്രുവരിയിൽ തുടങ്ങും. എല്ലാവരും പെണ്ണ് കേസിൽ പെടാതിരിക്കാൻ ശ്രമിക്കുകയാണ്. പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല സബ്ജക്റ്റാണ്, നല്ലൊരു പടമാണ്. പിഷാടിയൊക്കെ ഉണ്ട് പടത്തിൽ. ഓക്കെ. പിന്നെ ഇപ്പോൾ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം ഈ സിനിമയ്ക്ക് ഒരുപാട് സഹായകമായി. സിനിമയിലേക്കുള്ള എൻട്രിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വെബ് സീരീസില്ലേ പ്രീമിയർ പത്മിനി. പ്രീമിയർ പത്മിനി വെബ് സീരീസ് എന്നാണ് എന്നെ ആദ്യമായിട്ട് തെക്കൻ തല്ലേഴ്സ് സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത്. ആ പടത്തിൽ എന്നെ എൻ്റെ റൈറ്റർ രജീഷ് ഏട്ടനും പിന്നെ നമ്മുടെ ശ്രീതേട്ടനും പിന്നെ ആ സീരീസ് കണ്ടിട്ട് അല്ല 1-2 എപ്പിസോഡുകൾ കണ്ടിട്ടാണ് എന്നെ അതിൽ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് തെക്കൻ തല്ലേഴ്സ് സിനിമ എനിക്ക് തോന്നുന്നത് കോവിഡ് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വന്നതാണ്. അത് നെറ്റ്ഫ്ലിക്സിലൊക്കെ വന്നതിന് ശേഷം ഇപ്പം അത് ഏഷ്യാനെറ്റിൽ, മറ്റേ നമ്മളെ മെയിൻ ചാനലിൽ ഏഷ്യാനെറ്റിലാണ് അതിൻ്റെ ഇത് വന്നത്, സാറ്റലൈറ്റ്. അത് വന്നതിന് ശേഷമാണ് എനിക്ക് പടങ്ങൾ എത്തുമ്പോൾ ഞാൻ ഒരുപാട് അനങ്ങി തുടങ്ങി. തെക്കൻ തല്ലേഴ്സ് നല്ലൊരു ക്യാരക്ടറായിരുന്നു. എനിക്ക് ഒരുപാട് ബേസിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു അതിലെ കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ ക്യാരക്ടർ. നല്ലൊരു പരിപാടിയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു പത്മിനി എന്നാണ് എന്നെ സിനിമയിലോട്ട്. നമ്മളൊന്നും സിനിമ ഒന്നും പ്രതീക്ഷിച്ചില്ല. ട്രൂപ്പിൽ കളിക്കുക, ടി വിയിലൊക്കെ പരിപാടി. നിങ്ങളൊക്കെ എന്നെ പണ്ട് വഴക്കുറവില്ലായിരുന്നു. അവിടെ കിടക്കാതെ കൊച്ചിയിലൊക്കെ വന്ന് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ട്രൂപ്പിലൊക്കെ നിന്ന് നിൽക്കുമ്പം അടുത്ത വർഷം ട്രൂപ്പിൽ കളിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് എങ്ങനെ ചാനലിൽ കയറി ശമ്പളം കൂടുതൽ മേടിക്കണം. കാരണം ചാനലിലൊക്കെ ഉള്ളവർക്കാകുമ്പം ഒരു 12,000 രൂപ അതേ കിട്ടും, കൂടുതൽ കിട്ടും. ഇതേയുള്ള ആഗ്രഹം. സിനിമയെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കാരണം ഇതാണല്ലോ നമുക്ക്, ഇതിൽ തന്നെ നമ്മൾ ഹാപ്പിയാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ ഈ പത്മിനി ശേഷമാണ് പിന്നെ വന്നത്. പിന്നെ സ്റ്റാർ മാജിക് എന്ന ഷോ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോകൾ വരാനും നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞതും ആൾക്കാരിപ്പം അതെല്ലാം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ട്രിപ്പ് പോകണം. അപ്പം അത് നമ്മുടെ ഞാനും തങ്കച്ചനായിട്ടുള്ള ആ സ്കിറ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ സിനിമയിലെ സ്പൂഫ് ഒരു ഇടയ്ക്ക് എടുത്ത് വച്ചലക്കുമായിരുന്നു. അപ്പം അതെല്ലാം മില്യൺ വ്യൂസ് ആയിരുന്നു. ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. അതായത് 10 മില്യൺ അടിച്ച സ്കിറ്റുകളുണ്ട് അവിടെ. പിന്നെ ആ ചിത്രം, കാലാപ്പാനി, സ്ഫടികം, ഞാൻ ഇത് കാണുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രത്തോളം അതിനെ ഈ സ്പൂഫിനെ ഒരു എന്താ പറയാ, സ്പൂഫിന് പോലും ഒരു പരിധി ഉണ്ടല്ലോ. നിങ്ങൾ അതൊന്നും നോക്കാതെ അതിനെ വലിച്ചു കീറി ഒട്ടിക്കത്തക്ക രീതിയിലുള്ള കുറെ ആ സമയത്ത് ആ പാറ്റേൺ ഭയങ്കര ഹിറ്റായിരുന്നു. അത് ആൾക്കാർ കാണുമ്പോൾ ചോദിക്കും അടുത്ത സിനിമ. എനിക്ക് മെസ്സഞ്ചറിൽ ചേട്ടാ ഇനി ഈ സിനിമ ചെയ്യൂ. ചില ആൾക്കാർ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സിനിമ ആ സജഷൻ വരും, ചേട്ടാ ഇനി അടുത്ത ഈ പടം ചെയ്യണേ. കാരണം നമ്മളൊരു സ്ഥിരം മോഹൻലാലും തങ്കച്ചന്റെ മേക്ക് ഓവർ മാറി മാറി ഫ്രഷ്നസ്. തങ്കച്ചൻ അതിന് ഭയങ്കര രസമാണ് കളി. അതൊരു മിനിയേച്ചർ ഫിഗർ കിട്ടും. പുള്ളിയുടെ മുഖത്ത് എല്ലാത്തിനും ചെറുതായിരിക്കും, എല്ലാത്തിന്റെ ചെറിയ വെർഷൻ ഉണ്ട്. നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും തങ്കച്ചൻ. ഒരു ക്യാരക്ടർ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ സിനിമയൊക്കെ
കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ ഡയലോഗ് പഠിപ്പിക്കേണ്ട. ഓൾറെഡി പുള്ളിക്ക് സിനിമ ഡയലോഗെല്ലാം അറിയാം. സിനിമ ഇഷ്ടമുള്ള നമ്മൾ പണ്ടോടെ സിനിമ കാണുന്നതുകൊണ്ട് നമുക്ക് ഡയലോഗുകളെല്ലാം അറിയാം. നമ്മളൊക്കെ ഇങ്ങനെയുള്ള യാത്രകളിലെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സിനിമ ഡയലോഗുകൾ. ട്രൂപ്പുകളിലേക്കുള്ള എൻട്രി എങ്ങനെ? ഇത് മിമിക്രി ട്രൂപ്പിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പഠിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ സ്കൂളിലും +2 ചെറിയ ഞാൻ ബേസിക്കലി ആദ്യം സ്കൂളിൽ നാടകമായിരുന്നു പരിപാടികൾ. അത് കഴിഞ്ഞിട്ടാണ് ഈ മിമിക്രിയോട് കോളേജ് വരുമ്പോഴാണ് പറയുന്നത്. കോളേജ് വരുമ്പോഴാണ് നോബിയെ പരിചയപ്പെടുന്നത്. കാരണം അവനും ഇതേപോലെ ട്രൂപ്പിൽ കയറാൻ ആഗ്രഹിച്ച് കിടക്കുന്ന ഒരു മിമിക്രിക്കാരൻ, ഞാൻ ആറ്റിങ്ങിൽ നിന്ന് വന്നൊരു മിമിക്രിക്കാരൻ. അങ്ങനെ നമ്മൾ രണ്ടുകൂടെ ക്ലബ് ചെയ്താണ്. അന്ന് നമ്മൾ ഈ പത്രത്തിൽ കലാകാരന്മാരെ ആവശ്യമുണ്ടെന്നും പറഞ്ഞൊരു വരുമല്ലോ, ഇത് എഴുതി അയച്ച്, ഇവനും എഴുതി അയച്ച്, ഞാൻ എഴുതി അയച്ച്, നമ്മൾ രണ്ടു സ്ഥലത്തെത്തി ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഒരു ഷോയ്ക്ക് വേണ്ടി. നമുക്ക് രണ്ടുപേരും കിട്ടി. അന്നാണ് ഇവനെ പരിചയപ്പെടുന്നത്. അതൊരു വലിയ ഷോ ആയിരുന്നു. അതിൽ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെയാണ്. വലിയ സംഗതികളും മെയിൻ പരിപാടിയൊന്നുമില്ല. +2 ഡിഗ്രി സമയമല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചാണ് പരിചയപ്പെട്ട് പിന്നെ നമ്മൾ ട്രൂപ്പിൽ കയറി. അവൻ അവൻ്റേതായ രീതിയിൽ ട്രൂപ്പുകളിൽ പോയി. അന്ന് തുടങ്ങിയ കമ്പനിയാണ്. അവൻ ഞാൻ ഒരുമിച്ചാണ് നമ്മളെ യാത്ര. മരിച്ചോയ നമ്മൾ അരുണും അരുൺ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ കമ്പനികൾ. ഫലിത, സ്കൈലാർക്ക്, മാഗ്നറ്റോ, ഷോഗൺസ്, നർമ്മകല, ഫലിത, സകല ട്രൂപ്പിലും കളിച്ചു. അന്നൊക്കെ ആഗ്രഹം സരികയിൽ കളിക്കണം. സുരായണ സരികയിൽ ഹിറ്റാണ്. അപ്പം നമ്മുടെ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം സരികയിൽ കളിക്കുക, തിരുവനന്തപുരം സരിക. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം, അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ അതായത് സരികരെ വണ്ടിയൊക്കെ പോകുമ്പോൾ വായി നോക്കി എന്താ നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് പരിപാടിക്ക് പോകണം. അതാണ് നമ്മൾ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം. നോബിയിലെ തന്നെ കലാഭവനിൽ കളിക്കാൻ അതുപോലെ. കാരണം നമുക്ക് ഇനി വരാനുള്ള പാങ്ങില്ലല്ലോ. നമുക്കന്ന് കൊച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മദ്രാസിൽ പോകണക്കാണ്. സിനിമയ്ക്ക് ചെന്നൈയിൽ പോകില്ലേ പണ്ട്, കോടമ്പാക്കത്ത് പോകണക്കാണ്. നമുക്ക് എറണാകുളം തോന്നണം, അത്ര ദൂരമാണ്. ഞാൻ കലാഭവനിൽ അയച്ചിട്ടുണ്ട്, കാർഡ് എഴുതി. ഇന്റർവ്യൂ തന്നെ വിളിച്ചിട്ടുണ്ട് മറ്റേ മിമിക്രി ഗ്രൂപ്പിലേക്കൊക്കെ. അപ്പൊ അന്ന് നമുക്ക് എറണാകുളം എന്ന് പറഞ്ഞാൽ അത്രയും ദൂരമാണ് ട്രിവാൻഡ്രത്ത് വരുന്നത്. അങ്ങനെ പിന്നെ അവിടെ കിടന്ന് ഇങ്ങനൊക്കെ ട്രൂപ്പിൽ കളിച്ചാണ് കോമഡി സ്റ്റാറിൽ വന്നത്. കോമഡി സ്റ്റാറിൽ വന്നിട്ടാണ് നമുക്കൊരു ചെറിയൊരു ഇത് കിട്ടുന്നത്. പിന്നെ അവിടെ നേരെ കോമഡി എക്സ്പ്രസ് അവിടെ വിൻ ചെയ്ത് ആ ഷോ. അത് കഴിഞ്ഞ് നേരെ ഫ്ലവേഴ്സ് തുടങ്ങിയ ഫ്ലവേഴ്സിലോട്ട് വന്നു. സൂപ്പർ നൈറ്റ് വന്നു. സൂപ്പർ നൈറ്റിൽ നിന്ന് നേരെ പിന്നെ ഇവിടെ തന്നെ ഫ്ലവേഴ്സ് തന്നെ ഒരു 10 കൊല്ലം നിന്ന് ഇപ്പം സ്റ്റാർ മാജിക്കിൽ വന്നു. അങ്ങനെയാണ് നമ്മുടെ മിമിക്രിയുടെ തേരോട്ടം. പിന്നെ നമ്മൾ ഒരുമിച്ച് 2 ട്രൂപ്പ് ഞങ്ങൾ പോപ്പൻസിൽ നമ്മളൊരു വർഷം 2 വർഷം നമ്മൾ കളിച്ചായിരുന്നു. 2 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ഒരു ജൈത്രയാത്ര തന്നെ. അപ്പോൾ ഈ ട്രൂപ്പുകളിൽ കളിക്കുമ്പോൾ വണ്ടികളിലൊക്കെ ഉള്ള യാത്രകളിലും നമ്മളുടെ പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ പ്രോഗ്രാം അത് കഴിഞ്ഞിട്ടുള്ള നിമിഷങ്ങൾ, വീട്ടിലേക്ക് എത്താനുള്ള പ്രയാസങ്ങൾ, അതിനിടയിലൊക്കെ ഒരുപാട് രസകരങ്ങളായ മുഹൂർത്തങ്ങൾ വന്നുവിടും. അത്തരത്തിൽ ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും നല്ല നമ്മുടെ ഈ നോബിയോ അല്ലെങ്കിൽ സുരാജണ്ണനോ അല്ലെങ്കിൽ തങ്കച്ചനോ ഒക്കെ ആയിട്ട് ഉൾപ്പെടുന്ന എന്തെങ്കിലും നല്ല ചിരി മുഹൂർത്തങ്ങൾ ഉണ്ടെങ്കിൽ? ട്രൂപ്പിൽ നടക്കുമ്പോൾ ചിരി മുഹൂർത്തം, ട്രൂപ്പിൻ്റെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കോമഡിയോടെ നടന്നിട്ടുണ്ട്. നമ്മളൊരു കൂട്ടുകാരനെ നമ്മൾ ഈ പരിപാടി കഴിയുമ്പോൾ ഡെയിലി നിങ്ങളെ കൊച്ചി പോലെയല്ല, ഈ തിരുവനന്തപുരം ട്രൂപ്പ് ഡെയിലി പരിപാടിയാണ്. അതായത് ഈ റേറ്റ് ഒരു നിശ്ചയ റേറ്റ് ആയിരിക്കണം. കൊച്ചി ആർട്ടിസ്റ്റൊക്കെ അന്നേ നിങ്ങൾക്ക് ഒരു വലിയ തിരുവനന്തപുരത്ത് അന്നൊരു റേറ്റ് എന്ന് പറഞ്ഞാൽ ട്രൂപ്പ് കൂടുതലാണല്ലോ. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ അമ്പലങ്ങളും കൂടുതലാണ്. അപ്പം മിക്കയിടത്തും ഈ മിമിക്രി വയ്ക്കും. അന്ന് നമ്മൾ മിമിക്രിക്ക് 15,000 രൂപയുള്ള ഒരു ട്രൂപ്പിൽ നമ്മൾ കളിക്കുമ്പോൾ. അപ്പോൾ ഡെയിലി പരിപാടിക്ക് പോയി ഉറക്കം നിന്ന് റിലേ പോകും എല്ലാവരും. കാരണം ഡെയിലി രാത്രി പരിപാടി, പകരം നടത്തണമെങ്കിൽ വീണ്ടും ഉച്ചയ്ക്ക് അടുത്ത പരിപാടി സ്ഥലത്ത് പോയി ഇങ്ങനെ ഓടയല്ലേ. അന്ന് ഈ മൊബൈൽ ഫോണെ കൊടുത്തായി പരിപാടി വണ്ടി വീട്ടിൽ കിടക്കുന്ന ഓർമ്മയല്ലേ. ഫോൺ വിളിച്ചിട്ട് ജനലെന്നും പറഞ്ഞ് വണ്ടിയുടെ സൈഡിൽ തന്നെ ഇതില്ലേ, വണ്ടിയിലെ ഗ്ലാസ്സിലെ അവിടെ നിന്ന് ഫോൺ വിളിച്ച് ഉറക്കപ്പിച്ചില് വീട്ടിലെ ജനലി വെക്കുന്ന പോലെ ഇവിടെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങി താഴെ പോയി. ഇവ ഉറക്കടിയിട്ടിട്ട് നോക്കുമ്പോ എവിടെയാണ് ഫോൺ, അയ്യോ ഞാൻ ജനലെന്നും പറഞ്ഞ് വെച്ചേടന്ന്. അങ്ങനെ കുറെ കോമഡികളുണ്ട്. പിന്നെ മെയിൻ തങ്കച്ചേൻ്റെ കുറെ വിറ്റുകളുണ്ട്. അയ്യോ അന്ന് ഫേസ്ബുക്ക് ഇറങ്ങിയ സമയമാണ്. ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കണമെന്നല്ലേ പറയണം. തങ്കച്ചൻ പറഞ്ഞാൽ 2,000 രൂപ പറഞ്ഞു ഫേസ്ബുക്ക് പറഞ്ഞ് 2 പേര് പുള്ളികൾ 2,000 രൂപ മേടിച്ചിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുത്തു. ഫേസ്ബുക്ക് സത്യം നടന്നു അന്ന് ട്രോഫി കളിക്കുമ്പോഴാണ് അന്നല്ലേ ഫേസ്ബുക്ക് ഇറങ്ങണം. അപ്പൊ ഈ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പൈസ ആവൂല, ഫേസ്ബുക്ക് അക്കൗണ്ട്. കാരണം 2,000 രൂപ കൊണ്ടാ 2,000 രൂപ ഇങ്ങനെ ഫോട്ടോയും വേണം, കുറച്ച് ഡീറ്റെയിലും വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇപ്പൊ പുള്ളി എല്ലാവരും ഉണ്ട്. 2,000 രൂപ അന്ന് പറ്റിയിട്ടുണ്ട്. അതൊക്കെ കുറെ വിറ്റ്. ശരി. പിന്നീട് കൊച്ചിയിലേക്ക് വന്നില്ലേ ഒരു സമയത്ത്? അത് എനിക്ക് തോന്നുന്നു TV പ്രോഗ്രാംസ് ഏഷ്യാനെറ്റിൽ നിന്നാണ് നമ്മൾ നേരെ ഫ്ലവേഴ്സിൽ വന്നത്. ഫ്ലവേഴ്സ് ആണ് നമ്മൾ കൊച്ചിയിലോട്ട് മെയിൻ. നിങ്ങൾ മുഹമ്മദ് പ്രസാദ്, അഖില്, അനീഷ് കുറിയന്നൂര്, അങ്ങനെ ഒരു ബാച്ചാണ് നിങ്ങൾ ഫ്ലവേഴ്സ് TVയിലേക്ക് വരാൻ വേണ്ടിട്ട് കൊച്ചിയിൽ. അതാണ് ജീവിതത്തിൽ ഒരു ചെറിയ വഴിത്തിരിവിലേക്ക്. തീർച്ചയായിട്ടും അതാണ് കൊച്ചിയിൽ വന്ന് ഫ്ലവേഴ്സിൽ വന്നാണ് ഒരു വഴിത്തിരിവായത്. പിന്നെ ഇവിടെ വന്ന് നിങ്ങളായിട്ടൊക്കെ ഈ ബാച്ചായിട്ട് സാജി ഉണ്ണനായിട്ടും അണ്ണനായിട്ടൊക്കെ ആ ബാച്ചുമായിട്ട് കമ്പനിയായി. പിന്നെ നമ്മൾ കൊച്ചിയിലായല്ലോ. പിന്നെ തിരുവനന്തപുരം ട്രൂപ്പ് വിട്ടിട്ട് പിന്നെ നമ്മൾ വലിയ ഷോകളൊക്കെ എടുത്ത് അങ്ങനെ പരിപാടി വന്നു തുടങ്ങി. അപ്പോഴാണ് ഈ കോവിഡ് വന്നപ്പോഴാണ് നമുക്ക് ഈ നമ്മൾ ആ സീരീസ് കയറി ചെയ്യുന്നത്, പ്രീമിയം പത്മിനി വെബ് സീരീസ്. അതിലാണ്
എനിക്കൊരു അറ്റൻഷൻ കിട്ടിയ ആ പരിപാടിയിലാണ്. അതിന്റെ കുറേ വീഡിയോ അല്ല, വൈറൽ. ഞാനും അതിൻ്റെ ഒരു സ്ഥിരം അതെ, വ്യൂവറായിരുന്നു. അതെ. ഞാൻ അങ്ങോട്ട് വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണത്. അങ്ങനെ അതെ, വളരെ അതെ, ചുരുക്കം അതെ, ചില അതെ. പരിപാടികളോടൊക്കെയാണ് നമ്മൾ അതെ, അങ്ങനെ അതെ, കാണിച്ചിട്ടുള്ളത്. അതെ, അതെ, അതെ. അപ്പോൾ കാരണം എനിക്ക് ആ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി ഭയങ്കര അതെ, ഇഷ്ടമാണ്. അതെ, അതെ, അതെ. നിങ്ങൾ നല്ല മേക്കിംഗ് ആ ആയിരുന്നു, ഒരു മേക്കിംഗ് സിനിമ അല്ലായിരുന്നു. അതെ, അതെ, മേക്ക് അതെ, ചെയ്യുന്ന അതെ, അതെ. രീതിയിലാണ്. നമ്മളെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ അനൂപ്, ഞാൻ, നോബി, അസീസ്, അഖിൽ, നമ്മളെല്ലാവരും അന്ന് സമയം ഉണ്ടായിരുന്നു. ഉം. അന്ന് ഈ ലോക്ക്ഡൗൺ അടിച്ചിരിക്കില്ലേ, വലിയ വർക്കില്ലല്ലോ. വർക്കില്ല. അങ്ങനെ പിടിച്ച് ഒരു പോലീസുകാരുണ്ടായിരുന്നു നമ്മളോട്. അപ്പോൾ പുള്ളി ഉള്ളതുകൊണ്ട് ഈ ഷൂട്ട് ചെയ്യാൻ ഇവിടെ പോകണം. അന്ന് ഈ ലോക്ക്ഡൗണും മറ്റേ സാമൂഹ്യ അകലമൊക്കെ ഉള്ള സമയമല്ലേ. അല്ല, ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ഈ ക്യാമറ ക്രൂസ് അല്ലെങ്കിൽ അത്യാവശ്യം എന്തൊക്കെ വന്നാലും ഒരു 10 പേരടങ്ങുന്ന സംഘം വേണം അത് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ മേക്ക് ചെയ്ത് പുറത്ത് വിടുന്നുണ്ടല്ലോ ആ സമയത്ത്. അന്ന് നമ്മളെല്ലാം റബ്ബർ വിള കോമഡി ആയിരിക്കുമല്ലോ. ഈ സിറ്റിയിലൊന്നും പോയുള്ള പരിപാടി ഇല്ലല്ലോ. എല്ലാം നാടൻ പരിപാടി ആയതുകൊണ്ട് ആർക്കും ശല്യമില്ല. അതെ, ഏതൊരു റബ്ബർ വിളയിൽ കയറിയിട്ട് മറ്റേ വാദ്യാലയത്തിന്റെ കണ്ടന്റ് അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ പിടിച്ച് കുറേ തമിഴ്നാട്ടിലൊരു ഓടിയ സാധനം ഉണ്ടായിരുന്നു. മറ്റേ നമ്മളാ ആവി പിടിക്കുന്ന പച്ചക്കുളിയ, അതൊക്കെ തമിഴ്നാട്ടിലൊരു മറ്റേ ഡബ് ചെയ്ത് പോയിട്ടുണ്ട് ആ സാധനം. ഓ ശരി, ഓക്കെ ഓക്കെ. കാരണം കൊറോണ ഒക്കെ ഇന്ത്യയിൽ മൊത്തം അടിച്ചില്ലേ. അതെ അതെ, എല്ലാവർക്കും ഡോക്ടറെ പാക്കുന്നതുക്ക് 5 മെഡിസിന്റെ പേര് സൊല്ല് തമിഴ് ഡബ് ചെയ്ത് വന്ന സാധനം. തമിഴ് തെലുങ്കിലൊക്കെ അതിന്റെ ഒരുപാട് ഷോർട്ട് വീഡിയോയും വന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തി. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് TV ചാനലിൽ വരുമ്പോഴും നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ടാണ് എന്നെ എല്ലാവരും വിളിച്ചിടുന്നത്. എല്ലാവരും സ്റ്റേജിൽ ക്യാമറ ബാക്കിൽ പിടിച്ചിടാനായിരുന്നു ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ സ്ക്രിപ്റ്റ് റൈറ്റർ, കണ്ടന്റ് റൈറ്റർ കുറവാണല്ലോ. ഈ സൂപ്പർ നൈറ്റ് വരുമ്പോഴായാലും നമ്മൾ ബാക്കിലാണ്. ഫ്രണ്ടിലോട്ട് വരാൻ നോക്കുമ്പോഴത്തേക്ക് ആർട്ടിസ്റ്റിൽ ആവശ്യം പോലെ കിടക്കില്ലേ അവിടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ ഞാൻ ബാക്കിലായി. സ്റ്റാർ മാജിക്കിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മുമ്പ് ചാടാൻ ഒരു അവസരം കിട്ടിയത്. ആദ്യം തങ്കച്ചൻ്റെ വേട്ടമ്പള്ളിയുടെ വോയിസ് ഓവർ ഞാനായിരുന്നു. അത് ആ സമയത്ത് തന്നെ ഒരുപാട് പേര് ആ വോയിസ് ഓവർ ചെയ്ത ആളാരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമന്റൊക്കെ വരുമായിരുന്നു. അത് ആ ഒരു വോയിസ് ഓവർ ഭയങ്കര ഹിറ്റായിരുന്നു, ആ വേട്ടമ്പള്ളിയുടെ വോയിസ് ഓവർ ഒക്കെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചാണ് ഞാൻ സുപ്രഭാതത്തിൽ ഫ്രണ്ടിലേക്ക് വന്നത്. അന്നും നമുക്ക് ആർട്ടിസ്റ്റ് ആവണോ അല്ലെങ്കിൽ ആക്ടർ ആവണോ എന്നുണ്ടായിരുന്നു ആഗ്രഹം. അല്ല, എന്തായാലും നമ്മൾ പിന്നെ മിമിക്രിയുടെ ഫ്രണ്ട് സ്റ്റേജിൽ കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ബാക്കിലേക്ക് പോകാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരും. നമുക്കിപ്പോൾ ഒരു റൈറ്ററായിട്ട് അല്ലെങ്കിൽ ഗ്രൂമറായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നതിനോട് നമുക്കൊരു വിയോജിപ്പ് വരും. ഓക്കെ, സിനിമയിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ചോദിച്ചത് അഖിലിനുള്ള മാറ്റമല്ല, നമുക്ക് ടോട്ടലി ലൈഫിൽ നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എൻഗേജ് ആയി പടങ്ങൾ വരുമ്പോൾ സന്തോഷമാണ്. ഈ നമ്മളെ സിനിമയിലെ ലൊക്കേഷനിൽ പോയി അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ മനസ്സിന്റെ സംതൃപ്തി എന്നറിയാലോ, അതൊരു ഭയങ്കര ഇതാണ്. ഇപ്പം ഈ പറഞ്ഞ പടങ്ങളെല്ലാം 31 ദിവസമൊക്കെ ഡേറ്റുകളുള്ളതുകൊണ്ട് അത് ഒരു ഇതാണ്. പിന്നെ നമുക്ക് വരുമാനം, നമുക്കിപ്പോൾ സ്റ്റേജ് ആയാലും നമുക്ക് ചാനൽ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പം ഈ 2025 ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ കുറ്റിയടി പരിപാടിയും പ്ലാനും പദ്ധതിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ വേറെ അങ്ങനെ എന്താണ് വലിയ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മളിപ്പം ആൾക്കാർ കാണുമ്പം പണ്ട് സ്റ്റാർ മാജിക്കിലെ മറ്റേ മോഹൻലാല്, ഇപ്പം ഗുരുവായൂരമ്പള്ളിയിൽ പൃഥ്വിരാജിന്റെ കൂടെ മറ്റേ 2 കൈ 4 കൈ, ആ ഒരു വ്യത്യാസം. അപ്പൊ നമുക്ക് എപ്പോഴും ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നു, തിരിച്ചറിയുന്നു, അങ്ങനെയുള്ളൊരു പരിപാടി ഇപ്പോഴും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ 10 സെൽഫി എടുക്കാൻ നമ്മളടുത്ത് വരുന്നെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. പിന്നെ അത് കാരണം അത് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് വിഷമം. പിന്നെ ആരെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ കാണാതെ പോകുമ്പോഴേ അയ്യോ എന്റെ മാർക്കറ്റ് ഞാൻ ഔട്ടായി. അതാണ് അവിടെ കാണുമ്പോൾ ആൾക്കാർ നോക്കും. പിന്നെ ഈ രൂപവും മുടിയെ കാണുമ്പോൾ അല്ലെങ്കിലും നോക്കും. പിന്നെ അതിൻ്റെ കൂടെ ഈ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സ്നേഹം. പിന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള അതിന്റെ പലിശ എടുത്താണ് ഇപ്പോഴും ആ സ്കിറ്റുകളൊക്കെ. ഇന്നത്തെ കോമഡിയിലേക്ക് കാലഘട്ടങ്ങൾ മാറി. അന്നറിയാല്ലേ പണ്ട് പറഞ്ഞ സാധനങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചെളിയെന്നേ പറയും. അന്ന് ചിരിച്ചു പറഞ്ഞ സാധനങ്ങൾ മക്കളോട് പോലും എനിക്കിപ്പോ കോമഡി പറയാൻ പേടിയാ. പറ്റൂലെന്ന് അവര് നമ്മളെ അമ്മാവും ഭയം എന്ന് പറഞ്ഞ എനിക്ക് 2 പെമ്പിളായിട്ട് കുഴപ്പമില്ല, ഇതുവരെ വലുതായിട്ടൊന്നും പറയാനില്ല. അതെന്താണെന്നറിയാമോ, നമ്മൾ കാണുന്നത് ഇപ്പോഴും നമ്മുടെ ജനറേഷനുള്ള സിനിമകളും കോമഡികളൊക്കെ നമ്മൾ ന്യൂജൻ കാണുമെങ്കിൽ പോലും, പക്ഷെ നമ്മളെ പിള്ളേർ അതല്ല കാണുന്നത്. അവർ ഇപ്പോഴത്തെ അപ്ഡേറ്റ് സാധനങ്ങളാണ് കാണുന്നത്. ഈ ഹ്യൂമറിന്റെ പല ഏരിയയിൽ പല പ്രതലങ്ങൾ മാറി. സോഷ്യൽ മീഡിയയിലെ ഹ്യൂമർ അല്ല സിനിമയിൽ ഇപ്പം. സോഷ്യൽ മീഡിയ വേറെ ടൈപ്പ് ഓഫ് ഹ്യൂമറാണ്. ചിലപ്പോൾ അത് കണ്ടാൽ നമുക്ക് എന്ത് ചിരിക്കണം നമ്മൾ. അത് എനിക്കും തോന്നാറുണ്ട് ചിലപ്പോഴേ. ഈ ഒറ്റ ഫോട്ടോ ഇട്ടിട്ട് കലങ്ങാത്തവർക്ക് അല്ലെങ്കിൽ കലങ്ങാത്തവർ തന്ത വൈബ് എഴുതി വയ്ക്കും, അല്ലെങ്കിൽ ലെജൻസിന് കലങ്ങും അല്ലേ? അപ്പോഴാണ് നമ്മൾ മനസ്സിലാവണം നമ്മൾ ആ ലെജൻഡറിയിൽ പെട്ടിട്ടില്ല. പിന്നെ കമന്റ് വായിക്കുമ്പോ നമ്മളെപ്പോലുള്ള ഏതെങ്കിലും തന്ത വൈബന്മാര് അത് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പിടികിട്ടോ ഒരു 2 മിനിറ്റ് നമ്മൾ സ്ലോ ആകുന്നുണ്ടോ എന്നൊരു സംശയം അത് വരും. കാരണം ഒന്നും വേണ്ട, പണ്ട് ബഹദൂർ, അടൂർ പാസി കോമഡികളിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്.
അന്ന് അതൊക്കെ ചിരിച്ച ആൾക്കാരാണ്. നമ്മൾ തന്നെ എന്നിട്ട് കളിയാക്കുക. നമ്മളന്ന് ഭയങ്കര മോശമായിട്ട് പറയും. നമ്മളെ ആൾക്കാർ കളിയാക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ അച്ഛന്മാരൊക്കെ മഞ്ഞലയിൽ മുങ്ങി തോർത്തി ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ അയ്യേ എന്തെന്നാണിത്, നമ്മൾക്കപ്പോ ദൂരെ കിഴക്ക് ഉദിക്കും ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് രാവിൻ പൂവും ഇതൊക്കെ. അപ്പൊ നമ്മുടെ അച്ഛന്മാരൊക്കെ പറയും അതൊക്കെയാണ് ഇവിടെ പാട്ട്, ഇതൊക്കെയാണ് പാട്ട്. അല്ലെങ്കിൽ കൈതപ്പുഴ കായലിലെ നമ്മള് ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ പാട്ടുകൾ ഈ പറയുന്ന രാവിൻ പൂന്നിനൊക്കെ ആസ്വദിക്കുമ്പോൾ നമ്മള് മക്കള് നമ്മളെ കുറ്റം പറയും, അത് തന്തവൈവ് എന്ന് പറയും അല്ലേ. പക്ഷെ വേറെ കാര്യമുണ്ട്, അവരുടെ പാട്ട് നമ്മളും ആസ്വദിക്കുന്നുണ്ട്. അതെ, നമ്മളെല്ലാം പിടിക്കൂല. ഇപ്പോഴത്തെ ഒരു പൂ തരാമോ അത് നമ്മൾ കിട്ടുമല്ലേ. അതെ, നമ്മൾ വിട്ടുകൊടുക്കല്ലേ, വിട്ടുകൊടുക്കരുത്. പിന്നെ തന്തവൈവ് എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോ. അപ്പൊ പിന്നെ അതൊക്കെ പോട്ടെ. അപ്പൊ സിനിമയിൽ വന്നു. സിനിമയിൽ ആദ്യത്തെ പടം ഈ ഗുരുവായൂരമ്പലനടയിലാണോ? ഫസ്റ്റ് പടം ആണ് എന്റെ ആദ്യത്തെ പടം. ഞാൻ നോബിയെ ആദ്യത്തെ പടം എന്നറിയാം, അന്യർ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ബിജു മേനോൻ, ജ്യോതിർമയി, ലെനിൻ രാജ് എന്ന സാറ് ഉണ്ട് ഡയറക്ട് ചെയ്ത ആണ് ഞാനും നോബി ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റാ. ആ പടത്തിൽ 4 വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിൽ 4 വേഷം ചെയ്തിട്ടുള്ളൂ. ഒരു പടത്തിൽ 4 വേഷോ? ആ ശവമായിട്ട് അറിയുന്നില്ലല്ലോ. പിന്നെ ഈ ബസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങണത്, മുഖം കാണത്തില്ല, അപ്പൊ നമ്മൾ ഈ അന്ന് ഞാനും നോബിയൊക്കെ ചെയ്ത ഒരു ടീമുണ്ടായിരുന്നു. അപ്പൊ ആ ലെൻ സാറ് അതിന്റെ ഒരാളായിരുന്നു, ലെൻ രാജന്റെ ഡയറക്ടർ. അപ്പൊ അങ്ങനെയാണ് നമ്മള്. പിന്നെ തീവ്രവാദിയായിട്ട് മുഖമില്ല, അങ്ങനെ എത്ര ക്യാരക്ടർ ഞാൻ നോബി. അതിലൊക്കെ കുറെ കോമഡി. അതില് കേരള ഹോസ്പിറ്റലിൽ ഷൂട്ടുകളൊക്കെയാണ്, ശവം. അപ്പൊ ഞാൻ നോബിയുണ്ട്. അപ്പൊ നമ്മളുടെ കോർഡിനേഷൻ സെറ്റപ്പ് വിത്ത് ആർട്ടിസ്റ്റുകളാണ്. ആൾക്കാരെ പറഞ്ഞു കൊടുക്കണം. അപ്പം കുറെ ഡെഡ് ബോഡി കിടക്കുകയാണ്. മറ്റേ ഗുജറാത്ത് കലാപമൊക്കെയാണ് കാണിക്കുന്നത്. നോക്കിയപ്പോ ഡെഡ് ബോഡി ഇത് പുക വരുന്നത്. ഈ അമ്മാവൻ വീഡിയോ കളിക്കുന്നുണ്ട് ഷോട്ടില്. അപ്പോൾ ആ പടമാണ് ആദ്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം നോബിയെ. കാര്യം എനിക്ക് തോന്നുന്നു ഏതോ ഒരു സീനിൽ എന്നെ കാണാൻ മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിലാണ് ഞാൻ നോബി ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഈ പരിപാടിയും ട്രൂപ്പും പരിപാടിയൊക്കെ പോയിട്ട് പിന്നെ വരുന്നതാണ് മേജർ പടം ലാൽ ബഹദൂർ ശാസ്ത്രി, ഒരു ഡയലോഗുള്ള ഒരു പടം. നോബിയുടെ ഒരു പോയ ലൊക്കേഷൻ എന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ച്, എനിക്കറിയാം, നെടുമുടി സീക്വൻസ് അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കട്ട് ചെയ്തൊക്കെ വരും. നല്ല സിനിമയാണ്, നല്ല സിനിമ, നല്ല പടമാണ് ജയസൂര്യ പടം. അതിലാണ് പിന്നെ ഡയലോഗുള്ള വേഷം ചെയ്യണം. പിന്നത് വരുന്നതാണ് നമ്മളെ തെക്കൻ തല്ലിയേസ്. തെക്കൻ തല്ലിയേസ് എന്ന് വെച്ചാൽ 5 പേരിൽ ലീഡ് റോളായിരുന്നു. വിജയേട്ടനും റോഷനും കഴിഞ്ഞ പിന്നെ 4 പേര്. ശരിക്കും ഗുരുവായൂരമ്പലനടയ്ക്ക് ശേഷം അല്ലല്ലേ തെക്കൻ തല്ലിയേസ്? അല്ലല്ല, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് തെക്കൻ തല്ലിയേസാണ് ഫസ്റ്റ് ചെയ്യണ പടം. അതാണ് അത് എന്താ തിയേറ്റർ അന്ന് കോവിഡ് സമയമായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ തിയേറ്ററിൽ വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പടം വരാൻ താമസിച്ചില്ല. എന്നിട്ട് പിന്നെ അത് നമ്മളെ ഏഷ്യാനെറ്റിലൊക്കെ വന്നതിന് ശേഷമാണ് നിങ്ങളെല്ലാം കണ്ടു തുടങ്ങി. നിങ്ങളിപ്പോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏഷ്യാനെറ്റ് ഈ പടം കൂടെ വരും. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഗുരുവായൂരമ്പലനടയിൽ കണ്ടതിന് ശേഷമാണ് തെക്കൻ തല്ലിയേസ് കണ്ടത്. അപ്പൊ എന്റെ ധാരണയിൽ ആദ്യത്തെ സിനിമ ഗുരുവായൂരമ്പലനടയിൽ അല്ല. ഈ അന്യര് കഴിഞ്ഞ് ലാൽ ബഹദൂർ ശാസ്ത്രി കഴിഞ്ഞ് തെക്കൻ തല്ലിയേസ് കഴിഞ്ഞിട്ടാണ് ഗുരുവായൂരമ്പലനടയിലേക്ക്. ഗുരുവായൂരമ്പലനടയിലാണ് ഒരു സിനിമാ നടൻ എന്ന ലേബലിൽ അറിയപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും. അത് എന്ന് വെച്ചാൽ പടം അത്രയും കളക്ട് ചെയ്തല്ലോ. പടം കളക്ട് ചെയ്ത് ഒരുപാട് പേര് കണ്ട്. കാരണം ഞാൻ ഒരുപാട് തിയേറ്റർ വിസിറ്റ് പോകുമ്പോഴെല്ലാം ടെമ്പോ ട്രാവലറിലൊക്കെയാണ് ആൾക്കാർ വന്ന പടം കാണാൻ വേണ്ടി, ഫാമിലി ആയിട്ട്. ഇത്രയും വൈബോട് കൂടി ഇരുന്ന് സത്യം ഗുരുവായൂരമ്പലനടയിൽ കാണാൻ അത്ര അഭിമാനം. കാരണം നമ്മളെ പഴയ സാധനത്തിലൊക്കെ ചിരിക്കുമ്പോഴേ. ഞാൻ ഒരുപാട് തിയേറ്റർ വിസിറ്റ് നമ്മൾ പോയായിരുന്നു. കാരണം അവിടെയൊക്കെ തിയേറ്ററിൽ ഇപ്പം അവിടെ തിയേറ്ററുകാർ വിളിക്കും, ഒന്ന് പടത്തിന് വന്നെ ഹൗസ്ഫുള്ളാണ്, ഒന്ന് കേക്ക് കെട്ടിയാൻ വരുമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പാരിപ്പള്ളി രേവതി തിയേറ്ററിൽ ചെല്ലുമ്പോൾ ട്രാവലറിൽ അടിക്കുകയാണ് മറ്റേ ട്രിപ്പ് അമ്മച്ചിമാരൊക്കെ. കാരണം ഗുരുവായൂരമ്പലനടയിൽ ആ ഒരു വൈബ്, പേരന്റെ ഒരു വൈബ്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കല്യാണ കഥ, ഗുരുവായൂരമ്പലത്തിലെ കല്യാണം, ആ ഒരു വൈബ്, ഫാമിലി സബ്ജക്ട്. പിന്നെ ഫാമിലി സബ്ജക്റ്റ് ആണ്. നല്ല ഹ്യൂമർ അല്ലേ ഉണ്ടാകും. ഒരു നാടൻ തമാശ പെട്ടെന്നൊരു പടം. ജനങ്ങൾ ചിരിച്ചു മറിയാണ് തിയേറ്ററിൽ. കാരണം നിഷ്കളങ്കരായ ഓഡിയൻസ് ആണ് ആ പടത്തിന്. ഫാമിലി അതാ ഞാൻ എവിടെ ചെന്നാലും ഇപ്പം ഗുരുവായൂരമ്പലത്തിൽ പറയും, അമ്മച്ചിമാരും അമ്മമാരും വരെ ആ ഒരു സിനിമ ലൊക്കേഷനിലെ ഒരു അഭിനയത്തിന്റെ അനുഭവങ്ങളെന്ന് പറയാമോ? വിപിൻദാസണ്ണൻ ആ പടത്തിന് വേണ്ടി വിളിക്കുമ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയി. കാരണം പൃഥ്വിരാജിന്റെ കൂട്ടുകാരൻ ഒറ്റയടിക്ക് ഒരു പടത്തിലെ ആ ഒരൊറ്റ ബാനറിൽ തന്നെ നമുക്ക് 10 പരിപാടി കിട്ടുമെന്നുള്ളതല്ല നമ്മളെ അപ്പോഴും പരിപാടിയാണ്. അപ്പൊ അങ്ങനെ വിളിച്ച് അപ്പൊ അങ്ങനെ വന്ന് സ്ക്രിപ്റ്റ് അയച്ചു. സ്ക്രിപ്റ്റ് ദീപു ചേട്ടൻ, പ്രദീപ് റൈറ്റർ വിളിച്ചിട്ട് ഇങ്ങനെ സ്റ്റോറി പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്, കല്യാണം, ഒരു കൂട്ടക്കളിയാണ് അവസാനം, ഇത്രയും പേരുടെ ഇടയിൽ ക്ലൈമാക്സ്. അപ്പോൾ ഈ 10 ദിവസം അങ്ങനെ പോകും, 27 ദിവസം ക്ലൈമാക്സ്. അപ്പൊ അന്നൊക്കെ വെച്ചാൽ നമുക്ക് സീക്വൻസ് ചെറുതായിരിക്കും. പിന്നെ നമ്മളവിടെ അത്രയും പേര്, പൃഥ്വിരാജ്, രാജുവേട്ടനൊക്കെ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ച് ഭയങ്കര മസിലും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കും. നമ്മളത് ചോദിക്കുന്ന എല്ലാത്തിനും പുള്ളി നമ്മുടെ കൂടെ തന്നെ കാണും. ഷോട്ട് കഴിഞ്ഞാൽ ആ ക്ലൈമാക്സ് പോർഷൻ ഷൂട്ട് ചെയ്യുമ്പോഴെല്ലാം ഞാൻ മിക്കപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം പുള്ളിയോട് സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ ചോദിക്കും. കാരണം നമുക്ക് ചോദിക്കാൻ വിഷയമില്ലെങ്കിലും ഇമ്രാൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് വിഷയം, എവിടെയൊക്കെ ലൊക്കേഷൻ, പുള്ളിയെല്ലാം കാര്യം പറഞ്ഞ് പുള്ളി എപ്പോഴും ഫോണിൽ റെഫറൻസും പരിപാടിയൊക്കെ ആയിട്ട്. അവരൊക്കെ അത്രയും ബിസി മാനല്ലേ. അതിൻ്റെ പ്രൊഡക്ഷൻ അവരാണ്, അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ട്,
ഡയറക്ടറാണ്, ആക്ടറാണ്, എല്ലാ പരിപാടിയും ഉള്ളതാണ്. പിന്നെ പുള്ളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഭയങ്കര ഇതായിരുന്നു. അതൊരു നമുക്ക് തന്നെ ഒരു നമ്മൾ പുള്ളിയുടെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ള ഒരു ഇത് നമുക്ക് തന്നെ അപ്പോൾ ആ സമയത്ത് ഒരു പോസിറ്റീവ് എനർജി വരും. ഓക്കെ. അദ്ദേഹം അതിന് മുമ്പ് അഖിലിനെ കാണുകയോ അല്ലെങ്കിൽ അഖിലിന്റെ പ്രോഗ്രാമുകൾ വാച്ച് ചെയ്യുകയോ ഒക്കെ എൻ്റെ എപ്പിസോഡ് കണ്ടിട്ടുണ്ട് പുള്ളി. ഈ സ്റ്റാർ മാജിക്കിന്റെ കട്ട് ഏതെങ്കിലും കാണാത്തവർ സിനിമ അല്ലെങ്കിൽ മിമിക്രിക്കാർ അല്ലെങ്കിൽ നാട്ടുകാർ കാണുള്ളൂ. ഏതെങ്കിലുമൊക്കെ എപ്പിസോഡ് പുള്ളി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വെബ് സീരീസും ഈ ലോക്ക്ഡൗൺ സമയത്ത് പത്മിനിയും മമ്മൂക്കയുടെ ഫാമിലി ഗ്രൂപ്പിൽ വരെ നമ്മുടെ ഈ പത്മിനിയുടെ കോമഡികളിൽ ഷെയർ ചെയ്യാനെന്ന് പറയും. മക്ബൂലും അതുപോലെ തന്നെ ഇബ്രാഹിം കുട്ടിക്കൊക്കെ നമ്മളെ കട്ട് ചെയ്തതിന്റെ വീഡിയോ ഒക്കെ ഇല്ലേ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരെ. അന്ന് വേറെ എൻജോയ്മെന്റ് ഇല്ലല്ലോ, നമ്മളെ കണ്ടന്റുകളല്ലേ ഉള്ളായിരുന്നു. അപ്പൊ അതൊക്കെ ആ ഗ്രൂപ്പിൽ വരെ ഇബ്രാഹിം കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആ ക്ലിപ്പുകളൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ ക്ലിപ്പുകൾ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ പുള്ളി കണ്ടിട്ടുണ്ടല്ലോ. പുള്ളി അറിയാൻ നമ്മളെ കാസ്റ്റ് ചെയ്യില്ലല്ലോ, പ്രൊഡക്ഷനും പരിപാടിയൊക്കെ ഇല്ല. അപ്പൊ അതൊരു വലിയ നല്ല എക്സ്പീരിയൻസും നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അത് എടുത്തു പറയാൻ നല്ലൊരു പടം പരമ്പരയിൽ നായകന്റെ കൂട്ടുകാരന്റെ ക്യാരക്ടർ വെറും നായകനാണോ? അപ്പൊ അതെ, പാൻ ഇന്ത്യൻ ആക്ടർ. അതെ. ആടുജീവിതം കഴിഞ്ഞിട്ടായിരുന്നല്ലോ പുള്ളി. അപ്പൊ നമ്മൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പൊ അതിനുശേഷം അദ്ദേഹം ബോഡിയൊക്കെ റിക്കവർ ചെയ്ത് പിന്നെ റിക്കവറൊക്കെ ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് നല്ല ഒത്തൊരു ആളാണ് ഇവിടെ. വരുമ്പോ തന്നെ ഒരു നമ്മളൊന്ന് ബാക്കിലോട്ട് പിടിച്ചു. അത്രയ്ക്ക് നല്ലൊരു ഇതാണ്. ആ പുള്ളി ഒരു കാറ്റടിച്ച് വരുന്നതൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. നമുക്കൊരു നായകന്റെ ഒരു ഓറ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അവരൊക്കെ ആ ഒരു ഫിസിക് ഉൾപ്പെടെ അങ്ങനെ കിടക്കുന്നുണ്ടാണല്ലോ. അവർക്കൊരു ശേഷം വിളിക്കുകയോ സംസാരിക്കുകയോ ഇല്ല, അങ്ങനത്തെ പരിപാടിയൊന്നും അങ്ങനെയൊന്നുമില്ല. നമ്പറൊക്കെ നമ്മൾ ചോദിക്കുന്ന തന്നെ നമ്മൾ ചോദിക്കും. അവരൊക്കെ അത്ര തിരക്കുള്ളൂ അല്ലേ. പിന്നെ അതിനുശേഷം പ്രൊമോഷനൊക്കെ വന്ന് കണ്ടപ്പോഴൊക്കെ നമ്മളെ കാണും, കൈ തരും, ഓർമ്മയുണ്ടല്ലോ. നമ്പറൊക്കെ മേടിച്ച് ഗൂഗിൾ പേയിലൊക്കെ ഒരു റിക്വസ്റ്റ് ആയി. ശല്യം തല്ലെന്ന് പറഞ്ഞിട്ട് വേറൊന്നിലും അല്ല, ഗൂഗിൾ പേയിൽ റിക്വസ്റ്റ് ആയി. അപ്പൊ ഇതിനിടയിൽ മറ്റ് എന്തെങ്കിലും മെയിൻ ലീഡ് റോളുകളിലേക്കുള്ള ക്ഷണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ? ഈ പടക്കൂര അത്യാവശ്യം അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല, പ്രാധാന്യമുള്ള റോളുകളാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് 1-2 സിനിമകളൊക്കെ ആയി കഴിയുമ്പോൾ പതുക്കെ ഈ മുഖത്ത് വെട്ടം വിളിച്ചൊക്കെ ഉള്ളതുകൊണ്ടേ ചെറിയ നായകനായിട്ടൊക്കെ ആക്കാനൊക്കെ ആയിട്ടൊക്കെ ചെറിയ ശ്രമങ്ങൾ. പൈസ വേണ്ടായിരിക്കും, പൈസ ആറ്റിക്കളഞ്ഞാൽ വളർന്നല്ലേ. അങ്ങനെ നായകൻ പരിപാടിയൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോ ചെയ്യാൻ പോണ ഒരു പടത്തിൽ നമ്മൾ 5 പേരിൽ അങ്ങനത്തെ കൂട്ടപ്പരിപാടി അങ്ങനെയാണ് പതുക്കെ കയറി വരുന്നത്. തോളിലെടുക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ സിനിമ. ഇപ്പൊ പിന്നെ സിനിമയ്ക്ക് വേറൊരു ഗുണമുണ്ട്. എന്താന്ന് വെച്ചാൽ സബ്ജക്ട് നല്ലതാണെങ്കിൽ അത് ആരഭിനയിക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല. ആളുകൾക്ക് ഇപ്പൊ വാഴ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ അതിന് മുൻപ് പ്രേമലു വരുമ്പോഴും നെസ്ലിൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു ഷോൾഡറിൽ ഒരു പടം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഉദാഹരണങ്ങളല്ലേ. ശരിയാണ്, തണ്ണീർമത്തൻ. ശരിയാണ് സംഭവം പറഞ്ഞാൽ കേൾക്കാൻ ഒരു ദിവസം പരിപാടിയൊക്കെ കയറി കഴിച്ചാൽ അങ്ങനെയൊക്കെ. ഇപ്പം ഈ വത്സല ക്ലബ്ബ് എന്ന പടവും അങ്ങനെയുള്ള ഒരു പടമാണ്. 5 പേര് ലീഡ് പരിപാടി പോണൊരു പടമാണ്. അപ്പം അങ്ങനത്തെ പരിപാടി വരുന്നുണ്ട്. നമുക്കിപ്പോൾ വലിയ പടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടാണ് അവിടെ അഭിനയിക്കാം. അല്ലെങ്കിൽ വലിയ പടങ്ങളാകുമ്പം കുറച്ചുകൂടെ ഒരു സ്റ്റാർ വാല്യൂ കൂടെ അവരെ കൂടെ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ അത് വേറൊരു പരിപാടിയാണ്. ഈ ഒരേ സമയം 1-2 സിനിമകളൊക്കെ കാസ്റ്റ് ചെയ്യപ്പെടുമ്പോഴേ ഈ ഡേറ്റ് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അത് എനിക്കിപ്പം ഇപ്പോഴും അങ്ങനെ ഡേറ്റിൻ്റെ വലിയ ഇഷ്യൂ ഒന്നും വരില്ല. നമ്മളിപ്പോൾ അങ്ങനെ ഓവർ അങ്ങനെ വരില്ല. ഇപ്പോൾ ഫെബ്രുവരി പടം വിളിച്ചാൽ 20 ദിവസം അല്ലെങ്കിൽ 10 ദിവസം. ഓക്കെ, ഈ 10 ദിവസം നമ്മൾ മാറ്റി പരിപാടിയും ബാക്കി എല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ പുറകെ പോകും. അത് കഴിഞ്ഞൊക്കെ വരുള്ളൂ പിന്നെ പടങ്ങൾ. അങ്ങനെ ഓവർ ക്ലാഷോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സിനിമയുടെ ഡേറ്റുകളാണ്. മറ്റു വലിയ താരങ്ങളുടെ ഡേറ്റ് വെച്ചിട്ട് ഈ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അത് മാറി ഭ്രാന്തെടുത്തിട്ടുണ്ട്. ഈ പരിപാടി ഒന്നും ഇതാവും. അപ്പോൾ നമുക്ക് വേറൊരു സിനിമയ്ക്ക് ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി 1 മുതൽ 15 വരെ ഒരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തു. അപ്പോൾ ഫെബ്രുവരി 22 മുതൽ ഒരു 30 വരെ വേറൊരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തു. വേറെ ഏതെങ്കിലും ഒരു വലിയ താരത്തിൻ്റെ ഡേറ്റിൻ്റെ ക്ലാഷ് കൊണ്ട് ഈ പടം ആദ്യം പറഞ്ഞ 1 തൊട്ട് 15 വരെയുള്ള പടം ചിലപ്പോൾ ഈ 15-ന് ശേഷം കമ്മിറ്റ് ചെയ്താൽ ഇത് രണ്ടും കൂടി തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു പരിപാടി. അപ്പം നമ്മളെപ്പോലുള്ള താരങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുഴപ്പം വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു ഇതുവരെ പറ്റില്ല. അങ്ങനെ ഇതുവരെ നമുക്ക് എങ്ങനെയും ക്ലാഷ് വന്നിട്ടില്ല. മിക്ക പടങ്ങളെല്ലാം സമയത്ത് തന്നെ ഡേറ്റ് എടുത്ത് തീരുന്ന പരിപാടികളായിരുന്നു. ഈ പടക്കുതിര പോലും നമുക്ക് ആ സമയത്ത് ആ ഗ്യാപ്പ് ഉള്ള ഒരു സമയത്ത് തന്നെയാണ് കറക്റ്റ് ഡേറ്റ് കിട്ടുമായിരുന്നു. നമുക്ക് ഡേറ്റ് കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അവർ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് ഷെഡ്യൂൾ ബ്രേക്കൊക്കെ വന്ന് പിന്നെ എന്തെങ്കിലും വിഷയം വരുമ്പോഴാണ് മൊത്തത്തിൽ പാളാണ്. പിന്നെ ഇപ്പം സ്റ്റേജ് പരിപാടി നമ്മളിപ്പം വലുതായിട്ട് ഇപ്പം ഇല്ലല്ലോ. വലിയ വലിയ ഷോകളൊക്കെ വരുമ്പോഴത്തേക്ക് പോണോണ്ട് പിന്നെ അങ്ങനെ തിരക്കില്ല. പണ്ടാണെങ്കിൽ ട്രൂപ്പില്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും എടുക്കാൻ പറ്റുമോ അങ്ങനെ പോയാൽ. അതെ, ഇപ്പൊ പൂർണ്ണമായും ഏകദേശം സ്റ്റേജ് പരിപാടികളോടൊക്കെ വിട പറഞ്ഞിട്ട് ട്രിപ്പും പരിപാടികളൊക്കെ വരുന്നുണ്ടെന്നാ. ഇടയ്ക്ക് ഇപ്പം ഈ ഫെബ്രുവരി 2-ാം തീയതി പരിപാടിയുണ്ട്. ഞാനും തങ്കച്ചനായിട്ടൊരു പരിപാടി, തിരുവല്ല പുഷ്പമേളയ്ക്ക് ഒരു പരിപാടി, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരുന്നുണ്ട്. മാസത്തിൽ 1-2 പരിപാടിയൊക്കെ നമുക്ക് വരുന്ന പരിപാടി ഞാൻ വിടാറില്ല.
ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ വലിയ വരുന്ന പരിപാടിയെല്ലാം പിടിക്കും. സ്റ്റേജാണല്ലോ നമ്മളെ. അതെ അതെ, നമ്മളതും മറക്കരുത്. കാരണം അതിനോട് നമുക്കിപ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ സെലക്റ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യാം. പിന്നെ കാരണം നമ്മളുടെ ഡേറ്റും മറ്റ് ഷൂട്ടിങ്ങുകളും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഡേറ്റിൽ മാത്രം നോക്കിയിട്ട് നമുക്ക് പ്രോഗ്രാം പിടിക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട്. എന്താ പറയുക, ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഒരു മിമിക്രിക്കാരനിൽ ഒതുങ്ങുന്നതല്ല. നമുക്ക് നടനായും അവതാരകനായും അല്ലെങ്കിൽ എന്താ പറയുക സ്ക്രിപ്റ്റ് എഴുതാനും അല്ലെ എല്ലാ പരിപാടിയും എല്ലാ പരിപാടിയും നമ്മളിങ്ങനെ മറ്റേ സുരാനും സലീമേട്ടൊക്കെ പറയുന്ന പോലെ ഒരിടത്ത് കൊണ്ട് ഇടാൻ പറ്റൂല. എല്ലാം ചെയ്യും മിമിക്രിക്കാര് സകലകലാവല്ലഭന്മാരാ. അവൻ വേണമെങ്കിൽ ഒരു കഥാപ്രസംഗം പറയും, അഭിനയിക്കും, പാട്ടുപാടും, ചിത്രം വരയ്ക്കും. ലോകമേ അനുകരണമില്ലേ? അതെ അതെ, മെയിനാണല്ലോ മിമിക്രി എന്ന് പറയുന്നത്. വേറെ അനുകരിച്ചല്ലേ വരുള്ളൂ. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പം പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ എന്തായിട്ട് ജോലിയിൽ ഇതല്ലേ അറിയാവൂ. അതെ അതെ, ആലോചിക്കണം. പിന്നെ ഈ നമ്മുടെ തങ്കച്ചൻ അഖില് നല്ല കോംബോയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ട്രോളുമാണ്. നിങ്ങൾ ഒന്നിച്ചാണ് വിദേശത്ത് ഒരുപാട് പരിപാടി പോകുന്നത്. അങ്ങനെ തങ്കച്ചനുമായിട്ട് പോയപ്പോൾ ഉണ്ടായ എന്തെങ്കിലും നല്ല രസകരമായ അനുഭവം ഉണ്ടോ? ഗൾഫ് ട്രിപ്പൊക്കെ പോകുമ്പോൾ തങ്കച്ചൻ്റെ മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭാഷ അതിന് പിടുത്തമില്ല. എനിക്ക് ഹിന്ദി അറിയാം. ഞാൻ 3 കൊല്ലം ഗൾഫിലുണ്ടായിരുന്നു. പണ്ട് കോമഡി സ്റ്റാർ കഴിഞ്ഞ ഒരു 3 കൊല്ലം ഗൾഫിൽ ജോലിക്ക് പോയി. അത് ശരി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഹിന്ദി എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ അറബി പഠിച്ചു ഞാൻ പിന്നെ അല്ല അപ്പോൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന പറയുമ്പോൾ ഈ അറബിയൊന്നും ഈ ജോലിക്ക് കൊണ്ട് ഒരു കാണാൻ പോലും ഇല്ല. ഹിന്ദിക്കാരാണ് കൂടുതലും. കാരണം നമ്മുടെ ഈ ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനമുള്ളതിൽ മേജർ ആൾക്കാർ നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഹിന്ദിയാണ് അവിടെ പറയുന്നത്. കോമൺ ആവും. കോമൺ ആണ് ഇവിടെ. ലേബർ ക്യാമ്പിലൊക്കെ നമ്മൾ ലേബർ ആയിരുന്നു. കാരണം ഒരുപാട് ഗുജറാത്തീസും എല്ലാവരും ഹിന്ദിയല്ലേ പറയണത്. അറബിയൊക്കെ കാണാൻ പോലും കിട്ടൂല. അറബിക്ക് പിന്നെ ഇവിടെ ലേബർ ക്യാമ്പിൽ അതുകൊണ്ട് അങ്ങനെ. അപ്പൊ അവിടെ എന്തായിരുന്നു ജോലി? ഞാൻ സ്റ്റോർ കീപ്പർ എന്നും പറഞ്ഞ് പോയതാണ്. ഇവിടെ നിന്ന് ഒരു ടാലിയുടെ സർട്ടിഫിക്കറ്റ്, എൻ്റെ BA സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് അവിടെ ചെന്നിട്ട് എടുക്കാത്ത പണിയൊന്നുമില്ല. ഞാൻ ആടുജീവിതത്തിന്റെ അപ്പുറം വരുന്നത് എല്ലാ പണിയാണ്. ഈ ഇലക്ട്രിക്കലിന്റെ കൂടെ, പ്ലംബിങ്ങിന്റെ, ചെവരെടുപ്പ്, കുഴിയെടുപ്പ്, JCBയുടെ കൂടെ ഒരു 3 കൊല്ലം ഗൾഫിൽ അബുദാബിയിൽ. അബുദാബിയിൽ സ്റ്റാർ ഹോട്ടൽ ക്യാമ്പിന്റെ പോയി കിടന്നു. ആ ലേബർ ക്യാമ്പിന്റെ അതുവഴി ഞാൻ വണ്ടി പോയി ആലോചിക്കായിരുന്നു. അന്ന് നമ്മുടെ ലേബർ ക്യാമ്പ് എന്ന് വെച്ചാൽ ഈ മരുഭൂമിയുടെ മധ്യത്ത്, മരുഭൂമി മറ്റേ ഈ മണ്ണുള്ള സ്ഥലത്തായിരുന്നു. ഡിഫൻസിന്റെ ഒരു കമ്പനിയായിരുന്നു. ഈ കാരവാൻ കണക്കത്തെ സാധനം കൊണ്ടല്ല വയ്ക്കുന്ന ആ സാധനത്തിലാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ അതുവഴി കഴിഞ്ഞതിന്റെ ഒരു 2020 ട്രിപ്പ് പോയപ്പോഴത്തേക്ക് അതുവഴി പോയി. അപ്പോൾ ആ ക്യാമ്പൊക്കെ അവിടെ നിന്ന് പൊളിച്ചുകൊണ്ട് പോയി. പക്ഷെ ആ ഏരിയ കാണുമ്പോൾ എനിക്കിപ്പോഴും നമ്മളവിടെ ഈ ഡ്രസ്സ് വിലക്കിയിട്ട് പൊടിക്കാറ്റൊക്കെ അടിക്കുമ്പം വെളിയിറങ്ങി ക്രിസ്മസ് അപ്പൂപ്പൻ കണക്കില്ല തലയെ കൂടെ മണ്ണ് വീണ്ടേ. അതിശോക്തി പറഞ്ഞല്ല, സത്യം ഇത് കാണുന്ന ഗൾഫിക്കണവർക്ക് അറിയാം. ലേബർ ക്യാമ്പിൽ അവർക്ക് മനസ്സിലാവും. പിന്നെ ലേബർ ക്യാമ്പിൽ ജോലിയിട്ടുള്ള ഒരാളുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അതും നമ്മൾ ഇവിടെ വല്ല പണിയല്ലോ ചെയ്തേക്കണം. അതെ അതെ, ഇവിടെ മിമിക്രി കളിച്ചും ഇങ്ങനെ മോഹൻലാൽ കൊണ്ട് ഇടന്നില്ലല്ലോ. അവിടെ ചെന്ന് കട്ടപ്പണി, നടുവെടുക്കാൻ വയ്യ, കറുത്ത് വെയിലത്ത്, ചൂട്. എൻ്റെ പൊന്നെണ്ണ ഷൂവിൻ്റെ അകത്ത് കണ്ട ഇങ്ങനെ വെള്ളം വീഴും. ഒലിച്ചിറങ്ങി എല്ലാം ഷൂവിനകത്ത് മറ്റേ സേഫ്റ്റി ഷൂ ഇല്ലേ, ആ പരിവായിരുന്നു. നമ്മുടെ എബ്രഹാം ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മുടെ എബ്രഹാം ശരിയില്ല സ്ക്രിപ്റ്റ്. ഞാൻ നിനക്ക് അബുദാബി കിടന്ന് കട്ടയടിച്ച ഒരു സൗണ്ട് നമ്മൾ കാണാം. എബ്രഹാം ഓപ്പോസിറ്റ് നടന്നു തന്നെ. അവനൊരു 3 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ചെരുപ്പിലൊക്കെ പ്രൈമറൊക്കെ ആയിട്ട് അവൻ AC വെക്കാനിരിക്കും. അവനും വന്നു. ഇപ്പൊ അവനും ഇപ്പൊ ചാനലിലൊക്കെ അത്യാവശ്യം പോകുന്നു. ഞാനും അവൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ. എന്റെ അവസ്ഥ അവനെ അറിയാം അവിടെ വെച്ചാൽ. അല്ല, അപ്പൊ അവിടെ ഈ ജോലിക്ക് പോകാനുള്ള സാഹചര്യം അത് കാരണം എനിക്ക് വിസയ്ക്കൊന്ന് പൈസ കൊടുക്കണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് എടുത്ത് പോയാൽ മതിയായിരുന്നു. അപ്പം നമുക്ക് ഇതിന്റെ അവസരം വരുമ്പോൾ ഞാൻ മിമിക്രി കളിച്ച് കിടക്കില്ലേ. അപ്പൊ വീട്ടുകാർ നോക്കുമ്പോൾ മോനെ പോയി എല്ലാവരും വിചാരം ഗൾഫിൽ പോയി രക്ഷപ്പെട്ട് പോകാൻ വന്ന് പൂർണ്ണ മാലയിട്ട് വന്നു. അപ്പൊ നാളെ തൊട്ട് സ്പ്രേ അടിച്ച് ഇവിടെ രക്ഷപ്പെട്ട് വീടും വയ്ക്കുന്നല്ലേ വിചാരം വീട്ടുകാരാ. അപ്പൊ അവർ നോക്കുമ്പോൾ മിമിക്രി. അപ്പൊ ഞാനും വിചാരിച്ച് പോവാമെങ്കിൽ ഇവിടെ മ്യൂക്രിയും പരിപാടിയൊക്കെ കിടക്കുകയാണ്. അന്ന് കോമഡി ഷോ തുടങ്ങിയാണ്. ഫസ്റ്റ് സ്കിറ്റും കളിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. നമ്മുടെ ടീമാണ് ഫസ്റ്റ് സ്കിറ്റ് കളിക്കുന്നത് കോമഡി ഷോ. ആദ്യം തിരികെ എത്തിച്ച ഫസ്റ്റ് ടീമിലുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ കയറി പോയി രക്ഷപ്പെടും എന്നുള്ളൊരു പരിപാടി. അപ്പൊ ഞാനും വിചാരിച്ച് ഗൾഫിൽ വെച്ച് പൈസ ഒപ്പിച്ച് വന്നാൽ ഡയറക്റ്റ് വല്ലത്തിലൊക്കെ കയറാമല്ലോ. ഇത്തിരി കുട്ടപ്പനൊക്കെ ആയിട്ട്. കാരണം ഗൾഫിൽ നിന്നവരൊക്കെ വെളുത്ത് തുടുത്തൊക്കെ അല്ലേ പറയണത്. എന്നും പറഞ്ഞാണ് പോയത്. ഇവിടുന്ന് പോയേക്കാട്ടി കവള് പൊട്ടിയാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നാൽ പണി ഇതായിരുന്നു, നമ്മളെ കൂടെ പറ്റാത്തതുകൊണ്ടാണ് പണിയില്ലേ. അതായത് മരുഭൂമി ഈ ഡിഫൻസിന്റെ ക്യാബിളിന് കുഴിയെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് മരുഭൂമി കൂടെ കുഴിയെടുത്ത് പോകണം. JCB കുഴിയെടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ഇടയിൽ എന്തെങ്കിലും കല്ലൊക്കെ കൊണ്ട് അതൊക്കെ എടുത്ത് പറക്കി മാറ്റണം. പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് 150 കിലോമീറ്ററൊക്കെയാണ്. ഇത് ഡിഫൻസിന്റെ കമ്പനിയായിരുന്നു. അയ്യോ, ഹിന്ദിക്കാരന്മാർ കൂടെ. ഞാനൊരു രാജസ്ഥാനി, ഒരു നരേന്ദ്രനും, ഒരു വേറൊരുത്തനും ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരായിരുന്നു ഇതിന്റെ ഹിന്ദി. അല്ല, ഇതിന്റെ ഈ റൂമിൽ ക്യാരവാന്റെ ഡ്രൈവറും JCB ഡ്രൈവറും. പിന്നെ ഞാൻ JCB ഒക്കെ ഓടിച്ച് പഠിച്ച് പിന്നെ അതിന്റെ ഓപ്പറേറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഒരു 6 മാസം കട്ടടിച്ചു. പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് സൂചിച്ചു. ഈ ബൊക്കറ്റും JCB ഒക്കെ ഒന്ന് തട്ടിപ്പൊക്കി അതിന്റെ പുറകെയൊക്കെ കൂടി
അണ്ണൻ പറഞ്ഞ ചിരിച്ച് ആ മരിക്കും. പറഞ്ഞു വന്നത് നമുക്ക് ഈ ഗൾഫിലായിരുന്നതുകൊണ്ട് ഹിന്ദി കുറച്ച് അറിയാമായിരുന്നു. തങ്കച്ചേന്റെ വിറ്റ് അറിയില്ല. തങ്കച്ചേന്റെ നമ്മൾ അവിടെ നിന്ന് എന്തോരം ദൂരം ഓടി. അതെ തങ്കച്ചേന്റെ വിറ്റെന്ന് തോന്നുന്നത് തങ്കച്ചേന്റെ വിറ്റല്ല, മുഹമ്മദ് വിറ്റുണ്ട്. അതറിഞ്ഞു മുഹമ്മദ് ഇതാണ് ഗൾഫിൽ പോയപ്പോഴാണ് മുഹമ്മദ് പ്രസാദ്. പാസ്പോർട്ട് എടുത്തപ്പോഴത്തേക്ക് പുള്ളി ചോദിച്ച് പാസ്പോർട്ട് നഹി എന്ന് ഇംഗ്ലീഷ് ചോദിച്ചപ്പോൾ. അപ്പം ഇയാൾ വിചാരിച്ച് പുള്ളി ഹിന്ദി ആയിരിക്കുന്നു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിക്കാരിലെ കൊണ്ടുവന്നു. ആക്ക പാസ്പോർട്ട് ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഹിന്ദി ചോദിച്ചപ്പോൾ നോ എന്ന്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ കട ബോബ പ്രസാദ് ഏറ്റവും ബാക്കി പിടിച്ചോണ്ട് നിർത്തിയത്. പുള്ളി ഹിന്ദി ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് ഉത്തരം പറയും, ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ ഹിന്ദി ഉത്തരം പറയും. അങ്ങനെ പ്രസാദം മിക്കടന്ന് പോകും. യു കെയിൽ പോകാൻ സമയത്ത് ഇതുപോലെ കണ്ണ് ചുമന്നിരുന്നിട്ട് പിടിച്ചിട്ട് അയാളുടെ ലഗേജ് പുറത്തിറക്കി വെച്ചു. ഫീവർ എന്ന് പറഞ്ഞു. ഫീവർ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നമായത്. ഒരു മെഡിക്കൽ ടീം കംപ്ലീറ്റ് വന്ന് ചെക്കപ്പ് ചെയ്ത് ഫീവർ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറ്റി വിടാൻ. അപ്പോഴേക്കും ഫ്ലൈറ്റ് പോകേണ്ട സമയമാകും. അതുകൊണ്ട് ഒരു ഫ്ലൈറ്റിൽ നിന്ന് ലഗേജ് പുറത്തിറക്കി വെച്ചു. എന്നിട്ട് ആ ലഗേജ് വന്നത് 5 ദിവസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുണ്ടായിട്ടുണ്ട്. അതുപോട്ടെ, അപ്പോൾ നമുക്ക് തങ്കച്ചനിലേക്ക് വരാം. തങ്കച്ചൻ്റെ നമ്മൾ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് നമ്മൾ ഈ കോസ്റ്റ്യൂം എല്ലാം ഒരു കോസ്റ്റ്യൂം പെട്ടിക്കകത്താണല്ലോ വയ്ക്കണം. അപ്പോൾ കോസ്റ്റ്യൂം പെട്ടി ഒരു ഷോ കഴിഞ്ഞാൽ അടുത്ത ഷോയിലോട്ട് പോയപ്പോൾ കോസ്റ്റ്യൂം പെട്ടി എടുക്കാൻ മറന്നുപോയി. അയ്യോ, ആ സ്റ്റേജിൽ ഇരിക്കുന്നു. ഈ കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ്യൂം ഇല്ലാതെ ആ സ്റ്റേജ് ചെന്നാൽ ഇനി ഒരു 3-3.5 മണിക്കൂർ ഓടിപ്പോണം. പരിപാടി കൊടുക്കാൻ സമയമായി. തങ്കച്ചൻ്റെ കോസ്റ്റ്യൂമൊക്കെ അല്ലാണ്ട് ഇരിക്കണം. പാപ്പാടെ ഞെട്ടി, ഇപ്പം എന്ത് ചെയ്യും, കോസ്റ്റ്യൂം എങ്ങനെ എടുക്കും? അങ്ങനെ പറഞ്ഞ് സ്പോൺസർ അടുത്ത് പോയി പറയാല്ല. അപ്പോൾ എന്തിനാണ് എല്ലാവരും ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ അതിനകത്തിരിക്കുകയാണ്. കോസ്റ്റ്യൂം പെട്ടി എടുത്ത് അങ്ങനെ സ്പോൺസർ അടുത്ത് പോയി പറഞ്ഞു. അണ്ണൻ പറഞ്ഞാണ് ഞാനാണ് സ്പോൺസർ. ചേട്ടാ കോസ്റ്റ്യൂം പെട്ടി എടുത്തിട്ടില്ല, പഴയ സ്റ്റേജിലാണെന്ന് പറഞ്ഞാണ്. ഞാൻ സ്പോൺസർ അണ്ണൻ, ഞാൻ തങ്കച്ചൻ്റെ കോസ്റ്റ്യൂമിന് വേണ്ടി പറയാൻ പറയുന്നു. അണ്ണാ കോസ്റ്റ്യൂം പെട്ടി എടുത്തിട്ടില്ല, കോസ്റ്റ്യൂം പെട്ടി സ്റ്റേജിലിരിക്കുകയാണ്. ഏത് കഴിഞ്ഞ സ്റ്റേജിലാ? ദൈവമേ, കോസ്റ്റ്യൂം പെട്ടി എടുത്തില്ലേ? ഇല്ല. അതിനകത്ത് 2 ഹെന്നസ് ഇരിക്കുന്നു. പുള്ളി അതിനകത്ത് 2 കുപ്പി വെച്ചേക്കായിരുന്നു. പുള്ളിക്ക് ഡ്രസ്സ് പോയതല്ല വിഷയം, ആ കുപ്പി അത് എടുത്തില്ലടാ. എന്റെ 2 ഹെന്നസ് ബോട്ടിൽ അതിനകത്ത് ഇരിക്കുന്നു. അയ്യോ ഇനി എന്തിനു ചെയ്യുന്നു? ഞാൻ അന്നാ കോസ്റ്റ്യൂം അതിനകത്തിരിക്കല്ലേ കളിക്കാൻ. അതുകൊണ്ടാണ് അങ്ങനത്തെ കുറെ വിറ്റുകളുണ്ട്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ തങ്കച്ചൻ. നമ്മള് സ്റ്റേജിൽ കാണുന്ന തങ്കച്ചന്റെ കോമഡികളൊക്കെ കൂടുതൽ സ്റ്റേജിന് പിന്നാമ്പുറം അണിയറ തങ്കച്ചൻ വേറെ ഉണ്ട്. അത് ഒരുപാട് കുറെ ചിരികളുണ്ട്. അതെന്തറിയാമോ, പുള്ളി കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് വിചാരിക്കും. പുള്ളി നടന്നു പോകുമ്പോൾ നിൽക്കാനൊക്കെ പറയുമ്പോൾ സ്റ്റൈലുണ്ട്. പുള്ളി കുറെ പുള്ളിയുടെ കുറെ പൊടിക്കൈ സാധനങ്ങളുണ്ട്. ചിരിച്ച് മരിക്കും പുള്ളിയുടെ ഓരോ വിറ്റുകൾ. ഈ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ട് ഈ ഹെയർ കോസ്റ്റൊക്കെ ഒന്ന് ചോദിക്കൂലേ, മറ്റേ സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ പറയുമ്പോൾ ശരി അമ്മച്ചി. അവര് വിചാരിക്കുക ഈ പുള്ളിയെ വേറും പാവപ്പെട്ടവരായിരിക്കും. പക്ഷേ കാണുമ്പോൾ അങ്ങനെയല്ല ഇരിക്കണം. പാസ്പോർട്ട് നോക്കുമ്പോൾ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഒരു ആക്ടറാണ് പുള്ളി. അങ്ങനെയാണ് ഇടപെടുന്നത്. എന്നിട്ട് ഇംഗ്ലീഷ് വെച്ചാൽ ഓ ആയിക്കോട്ടെ, നമ്മൾ ശല്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞേ. പുള്ളിയുടേതായ കുറെ സ്വതസിദ്ധമായ കുറെ പരിപാടിയുണ്ട്. പിന്നെ അതുപോലെ നല്ലൊരു ആക്ടറാണ് കേട്ടോ പുള്ളി. പിന്നെ ഈ ഒരു സാധനം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അളിയനത് പൊലിപ്പിച്ച് ചെയ്തു തരും. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എത്രയും സ്കിറ്റ്, ആ സ്കിറ്റിന്റെ ഒരു ബലം തന്നെ ഇപ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ മാസം ട്രിപ്പ് പോയതൊക്കെ നമ്മളാ പഴയ നമ്മളാ നരൻ സ്കിറ്റ് എല്ലാവരും ചെല്ലുമ്പോൾ അതാണ് ചോദിക്കണം, നിങ്ങളുടെ മറ്റേ സ്കിറ്റ് നമ്മൾ നമ്മൾ ഇപ്പോഴും അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒമാനിൽ ബിനു അടിമാലിയൊക്കെ ആയിട്ട് പോയിട്ടൊരു വലിയ വിവാദം ഉണ്ടായി. എന്റെ പൊന്നെണ്ണ സ്കിറ്റ് കളിച്ചിട്ട് അത് അടിമാലിക്ക് കോവുകയോ അല്ലേ, ഭയങ്കരമായ ഒരു പ്രശ്നം ഉണ്ടായത്. അതെന്തായിരുന്നു അതിന്റെ പിന്നിൽ? അതിന്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാച്ച് ഇരുന്ന് കൂവേണ്. എന്താണ് പരിപാടി എനിക്ക് ഇപ്പോഴും പറഞ്ഞു. വാ തുറക്കും കൂവും. എന്നിട്ടാ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മസ്കറ്റിലാണ് പരിപാടി കളിച്ചു. അത് എന്താ, അത് ഒരു വലിയൊരു ഓഡിറ്റോറിയം ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞു. എനിക്കറിഞ്ഞു ആംഫി തിയേറ്റർ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ചില സ്ഥലത്തേക്ക് സൗണ്ട് എത്താതെ വരും. അവിടെ സൗണ്ടിന്റെ പ്രശ്നം ഇത് നമുക്കറിയില്ല. സോഷ്യൽ മീഡിയ വരുമ്പോഴത്തേക്ക് എന്താ ബാക്കിൽ അത് ഭയങ്കര ഗ്രൗണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി. അതെ അതെ, ഗാലറി ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ സൗണ്ട് സിസ്റ്റം പ്രോപ്പറായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്താൽ കറക്റ്റ് വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും. ഇല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സൈഡിൽ അല്ലെങ്കിൽ ഏറ്റവും ബാക്കിലൊക്കെ കേൾക്കാൻ ബുദ്ധിമുട്ട് വരും. അതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഞാനതിങ്ങനെ കണ്ടപ്പോൾ എന്താണ് നിങ്ങളവിടെ നിന്ന് കൂസലില്ലാതെ എന്നിട്ടും കൂവിയിട്ടും നിന്ന് നിങ്ങൾ പരമാവധി ചെയ്യുന്നു. പരിപാടി കളിച്ചിട്ടല്ലേ കയറി ഫ്രണ്ടിൽ ചിരിക്കുന്നുണ്ട് ആൾക്കാർ കേൾക്കുന്നവര്. അപ്പൊ നമ്മൾ കളഞ്ഞിട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ നിന്നാണ് വിളി കേൾക്കണത്. പിന്നെ ഫുള്ള് പരിപാടി കളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതാരോ ലൈവ് എടുത്തിടുകയും ചെയ്തു. ആരൊക്കെ ഇവിടെ മൊത്തം നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഇടുതാച്ച വെള്ളപ്പൊക്കം. പിന്നെ തുറന്നു പറയാനായിട്ട് എന്തെങ്കിലും തിക്ത അനുഭവങ്ങളുണ്ടോ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ ഈ ഇരിക്കുന്ന ഇപ്പോൾ അണ്ണൻ്റെ അടുത്ത് അണ്ണൻ എന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ബോണസാണ്. ഞാനൊരു മിമിക്രിക്കാരനാവാൻ വേണ്ടി ആഗ്രഹിച്ച് ട്രൂപ്പുകളിൽ ചാൻസ് ചോദിച്ച് കിട്ടാതെ നടന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ട്രൂപ്പിൽ വന്നത്. ഇപ്പം ടി വിയിൽ പരിപാടി ചെയ്യുന്നു, 10 പേരടുത്ത് പേര് പറഞ്ഞാൽ അറിയാൻ പറ്റുന്നു. എൻ്റെ നാടിൻ്റെ പേര് വെച്ച് അഖിൽ കവലിയൂർ എന്ന പേര്
അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് പറയും മറ്റേ പുള്ളി എന്ന് പറയുന്ന ലെവലിലോട്ട് ഇപ്പോൾ നമ്മൾ എത്തിയില്ല. ഇനിയിപ്പോൾ നമുക്കിപ്പം ഇതിൻ്റെ മേലോട്ട് പോയില്ലെങ്കിലും നമ്മൾ ഓക്കെയാണ്. നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ള സാധനം നമ്മൾ ഹിസ്റ്ററി ഉണ്ടാക്കി വെച്ച് യൂട്യൂബിലായാലും പേരടിച്ച് കൊടുത്താൽ നമ്മൾ 10 സ്കിറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു സിനിമ കിട്ടും. ആ ഒരു ലെവലിൽ ദൈവം നമ്മളെ കൊണ്ടുവച്ചപ്പോൾ നമ്മൾ കലാകാരൻ നിലയിൽ ഞാൻ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കങ്ങനെ വലിയ തിക്താനുഭവങ്ങളൊന്നും അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ അങ്ങനെ ഇതൊന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ പണ്ട് ഉറക്കൊഴിഞ്ഞ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം റൂം കിട്ടുന്നുണ്ട്, ചാനൽ വരുമ്പോൾ റൂം കിട്ടുന്നുണ്ട്. ആ ഒരു സുഖമുണ്ട് ഇപ്പോൾ. പണ്ട് നമുക്ക് റൂം എടുക്കാൻ പൈസ ഇല്ല, ബസ്സിൽ കയറി വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ആട്ടോ പിടിച്ചുള്ള പൈസ ഇല്ല, നടന്നെങ്കിലേ പോകാൻ പറ്റൂ. അവിടെ പേയ്മെൻറ്റ് എത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം യൂബറിൽ പോകാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താണ് റൂമുണ്ട്, AC റൂമുണ്ട്. അങ്ങനത്തെ സുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം അനുസരിച്ചുള്ള പരിപാടികൾ കിട്ടുന്നുണ്ട്. അതെ. അപ്പോൾ എന്തായാലും സകുടുംബം ഇപ്പോൾ കവലയൂർ എന്ന് പറയുന്ന സ്വന്തം കുടുംബ വീട്ടിലാണ് താമസം. ഇപ്പോൾ വീട് വെക്കാൻ പോകുന്ന എവിടെയാണ്? അവിടെ കവലൂർ തന്നെ. കവലൂർ തൊട്ടടുത്ത് ഞാൻ ഒരു 15 സെൻറ്റ് വസ്തു മേടിച്ചിട്ട് ഒരു ചെറിയ ഒരു പരിപാടി വീട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീട്ടിലോട്ട് പണ്ട് വഴിയൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അടുത്തിടയ്ക്കാണ് വഴിയൊക്കെ ഒന്ന് റെഡിയായി വന്നത്. അപ്പം പിള്ളേരൊക്കെ വലുതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി റോഡ് ആക്സസ് ഉള്ള ഒരു സ്ഥലത്തൊരു വീട് പരിപാടി സെറ്റ് ചെയ്ത് ഇപ്പം ഈ നഗരത്തിൽ പണി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. കമ്മിറ്റിക്കാരെയും സിനിമാക്കാരെയും ചാനലുകാരെയും കണ്ടുകൊണ്ടാണ് വീട് വയ്ക്കുന്നത്. അതെ, പരിപാടി കിട്ടുമല്ല ശുഭപ്രതീക്ഷയോട് കൂടി. എന്തായാലും അതൊക്കെ സംഭവിക്കട്ടെ. ഒരുപാട് പ്രൊഡ്യൂസർമാരും ഇത് കേൾക്കുന്നുണ്ട്. പിന്നെ സിനിമകൾ സംഭവിക്കട്ടെ അല്ലേ? സിനിമകളിലൂടെയാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ കഴിയട്ടെ. ഇനിയും തിരക്കുകൾ ഉണ്ടാവട്ടെ. കലാരംഗത്തെ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമ്മളെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അണ്ണൻ്റെ ഗ്രൂപ്പിൽ നമ്മളുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ആ സമയത്ത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ജഗതി ചെയ്തപ്പോൾ അണ്ണൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അണ്ണനുമായിട്ട് സ്റ്റേജ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഭാഗ്യമുണ്ട് നിങ്ങളുടെ കളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് എൻ്റെയൊക്കെ നല്ല സീനിയറാണ്. കാരണം ഞങ്ങൾ TV ഇല്ലാത്തപ്പോൾ TV പരിപാടി കളിച്ച് എന്താണ് ചിരിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ. അപ്പം നിങ്ങളുടെ ആ ട്രൂപ്പിൽ കളിക്കുമെന്നിട്ട് ഞാൻ പറയുമായിരുന്നു. അണ്ണാ നമ്മളെ ഭാഗ്യമാണ്. ഇപ്പം അണ്ണ ഇന്റർവ്യൂ ഇപ്പോൾ അണ്ണൻ്റെ കൂടെ ഇരിക്കുന്നത് അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ അച്ചീവ്മെന്റ് അല്ലേ? ഇതൊക്കെയല്ലേ നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ കണ്ട ആ ആളുടെ കൂടെ ഇപ്പോൾ ഇന്റർവ്യൂവിന് ഇരിക്കുന്നു, അല്ലെങ്കിൽ അവരോട് ഒരുമിച്ച് സ്റ്റേജ് കളിക്കുന്നു. അപ്പം നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ ഭാഗ്യം ജീവിതത്തിൽ. അല്ല പിന്നെ നമുക്ക് നല്ല മറ്റേ പുള്ളി പറഞ്ഞാൽ നല്ല ചെയ്താൽ നല്ലത് വരും എന്ന് പറയുന്ന പോലെ നമുക്ക് ഇങ്ങനെ പോയാൽ മതി. ഞാൻ പണ്ടും പറയും സൈഡ് വാരം മെയിൻ കയറി ഓടുമ്പോഴായിരിക്കും ശ്രദ്ധിക്കണം. സൈഡ് വാരം ഓടുമ്പോഴേ ശ്രദ്ധിക്കൂല. അപ്പോൾ എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. Thank you.